Hello friends, welcome to 𝙑𝙤𝙬𝙬 channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് പോയിന്റ്സ് ആണ്. അതായത് നിങ്ങൾ ഇപ്പോൾ കുറേ പേര് എന്തായാലും ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ അത്യാവശ്യം മോസ്റ്റ്ലി എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അപ്ലൈ ചെയ്യണതാണ്. പക്ഷേ ശരിക്കും ആക്ച്വലി ഒരു എന്താ പറയുക ഒരു സർവേ പോലെ നോക്കിക്കഴിഞ്ഞാൽ 5% ആൾക്കാരും ആക്ച്വലി ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ ഇത് അപ്ലൈ ചെയ്യുന്നവർ ഭയങ്കര കൂടുതലാണ്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു 80-90% ആൾക്കാരൊന്നും അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും ഓൾറെഡി ക്രെഡിറ്റ് കാർഡ് കിട്ടണമെങ്കിൽ കുറച്ച് എന്താ പറയുക കുറച്ച് ക്രൈറ്റീരിയ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ കുറേ സംഭവങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ആക്ച്വലി ബാങ്ക് നമുക്ക് ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും അറിയാനായിരിക്കും. എന്ന് വെച്ചാൽ പുതിയ സംഭവങ്ങളൊന്നുമല്ല. അപ്പോൾ ഞാൻ തന്നെ നമ്മുടെ റീസെൻ്റ്ലി നമ്മൾ പുതിയതെടുത്ത് നമ്മുടെ ആമസോൺ ICICI കാർഡിൻ്റെ അൺബോക്സിംഗ് ഒക്കെ നമ്മൾ റീസെൻ്റ്ലി വീഡിയോ ഇട്ടിരുന്നു. അത് കാണാത്തോടെ പോയി കണ്ടോക്കട്ടെ. 2 ദിവസം മുമ്പത്തെ വീഡിയോ ആണ്. 2 ദിവസമല്ല, ഒരു ദിവസമായിട്ടുള്ളൂ, ഇന്നലത്തെ വീഡിയോ ആണ്. അപ്പോൾ ഒന്ന് കണ്ടോക്കാൻ നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട കേട്ടോ. അപ്പോൾ നല്ലോണം അത്യാവശ്യം നല്ല ക്രെഡിറ്റ് ലിമിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കാർഡാണ്. അപ്പോൾ താല്പര്യമൊക്കെ നോക്കി നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്തായാലും ഒരു ക്രെഡിറ്റ് കാർഡിന് നമുക്കിപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തായാലും മിനിമം ആൾക്കാരും ഒരു ക്രെഡിറ്റ് കാർഡെങ്കിലും അപ്ലൈ ചെയ്ത് നോക്കാണ്ടിരിക്കുന്നതാവില്ല. അപ്പോൾ ഇത് റിജക്റ്റ് ഇപ്പോൾ ചിലപ്പോൾ കുറേ പേർക്ക് 2-3 ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും, എന്നിട്ടും എല്ലാം റിജക്റ്റ് ആവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളോട് കുറേ പേര് കമൻറ്റും ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിലത്തെ ആൾക്കാർ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആക്ച്വലി വീഡിയോ എടുക്കാൻ കാരണം. എന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് റിജക്റ്റ് ആവാനുള്ള കുറച്ച് പോയിന്റുകളാണ്. ആക്ച്വലി നിങ്ങൾ ഈ പോയിന്റ് നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റ് വൈസ് ഞാൻ ആക്ച്വലി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിലെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയാണ്. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിംഗ് കുറച്ച് എളുപ്പമാക്കാനുള്ള ഒരു വെബ്സൈറ്റ് തന്നെയായിരിക്കും ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ URL കാണുന്നതായിരിക്കും, ചെക്ക് കൊടുത്തൊക്കെ മറക്കണ്ട. അതിൽ സംശയിക്കുന്നേ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാവരും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഒരു 7 പോയിന്റ്സ് ആയിട്ട് നമ്മൾ ആക്ച്വലി നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ ആയിട്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി പെട്ടെന്ന് മനസ്സിലാവും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ആക്ച്വലി നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ പോയിന്റ്സ് എന്തായാലും നോക്കി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ പോയിന്റ് വൈസ് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റ് പറയുന്നത് നമ്മുടെ ബാഡ് ക്രെഡിറ്റ് സ്കോറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ ആക്ച്വലി ഒരു സെറ്റ് ചാർജർ എന്ന് പറയുന്നത് 750 ആണ് നമ്മുടെ സിബിലിൽ വരുന്നത്. അപ്പോൾ 750 ഓല 250ൻ്റെ മുകളിലാണ്. അപ്പം അതുണ്ടായാലാണ് ശരിക്കും ആക്ച്വലി ഇതൊരു ക്രൈറ്റീരിയ ആവുള്ളൂ. എന്ന് വെച്ചാൽ അതിൻ്റെ താഴെയാണെങ്കിൽ മോസ്റ്റ്ലി നമ്മുടെ കാർഡ് റിജക്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് തന്നെ നിങ്ങളുടെ സിബിൽ സ്കോർ നോക്കുകയാണ്. അപ്പോൾ സിബിൽ സ്കോർ നോക്കിയിട്ട് 750 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ സിബിൽ സ്കോർ 750 ആവണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഇത് സിബിൽ എന്ന് പറയുന്നത് ഓരോ ക്രെഡിറ്റ് ബ്യൂറോകളാണ്. നമുക്ക് ഓൾറെഡി ഇന്ത്യയിൽ 4 ക്രെഡിറ്റ് ബ്യൂറോകളുണ്ട്. അപ്പോൾ നോർമലി മോസ്റ്റ്ലി എല്ലാ ക്രെഡിറ്റ് കാർഡുകളും നമ്മുടെ സിബിലാണ് നോക്കുന്നത്. പിന്നെ വേറെ എക്സ്പീരിയൻ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അത് നിങ്ങൾ പേ ലെറ്റർ കാർഡൊക്കെ ചിലതൊക്കെ നോക്കുന്നത് എക്സ്പീരിയൻ അങ്ങനെയൊക്കെയാണ്. അത് ഡിഫറൻ്റ് ആയിരിക്കും. മോസ്റ്റ്ലി സിബിൽ നോക്കിയാൽ മതി. സിബിലാണ് ക്രെഡിറ്റ് സ്കോറിൽ ആക്ച്വലി നമ്മുടെ ക്രെഡിറ്റ് കാർഡുകളൊക്കെ നോക്കുന്നത്, ബാങ്ക് നോക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലോ ഇൻകം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ മുമ്പ് നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ നമ്മുടെ കുറച്ച് ലോ ഇൻകം കിട്ടുന്നവർക്ക് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരും കണ്ടോക്കട്ടെ. ഒരു 12,000 അപ്പോൾ നിങ്ങൾക്ക് ഓരോ ക്രെഡിറ്റ് കാർഡിനും ഓരോ എലിജിബിലിറ്റി ഞാൻ പറഞ്ഞല്ലോ, ഓരോ എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ അവർ നമ്മുടെ ഇൻകം കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ അവരുടെ ക്രൈറ്റീരിയ അനുസരിച്ച് നമ്മുടെ ഇൻകം കുറവാണെങ്കിൽ അത് റിജക്റ്റ് ആകും. അപ്പോൾ അതാണ് അതിൻ്റെ രണ്ടാമത്തെ റീസൺ വരുന്നത് കേട്ടോ. പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഓക്യുപ്പേഷനാണ്. അത് ഓക്യുപ്പേഷൻ ഇവർ നോക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ മോസ്റ്റ്ലി അത്രയ്ക്ക് അങ്ങോട്ട് സ്ട്രിക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ പണ്ടൊക്കെ സാലറിയുടെ അയാൾക്ക് മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ എന്താ പറയുക ബിസിനസ് ഓണേഴ്സ് അങ്ങനെയൊക്കെ കിട്ടാറുള്ളൂ. ഇപ്പോൾ പക്ഷേ ആക്ച്വലി നമ്മുടെ സെൽഫ് എംപ്ലോയ്ഡ് ആൾക്കാർക്കും കിട്ടുന്നുണ്ട്. അതും ഒരു മെയിനായിട്ട് നോക്കുന്നത് ഒരു റെപ്യൂട്ടഡ് കമ്പനിയാണോ. ഇപ്പോൾ സാലറീഡ് ആണെങ്കിൽ ഞാൻ പറയുന്നത് റെപ്യൂട്ടഡ് കമ്പനിയാണോ. അത് മോസ്റ്റ്ലി എന്ന് വെച്ചാൽ ഒരു 10% കമ്പനി ക്രെഡിറ്റ് കാർഡ് ബ്രാൻഡുകൾ മാത്രം അങ്ങനെ നോക്കുന്നുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ബാക്കിയെല്ലാം അങ്ങനെ നോക്കുന്നില്ല. അങ്ങനത്തെ ബ്രാൻഡ് നെയിമും കാര്യങ്ങളൊന്നും അങ്ങനെ നോക്കില്ല. പിന്നെ നോക്കുന്നത് അൺസ്റ്റേബിൾ ആണോ എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടോ, അങ്ങനെ ഒരു കുഴപ്പം വന്നാൽ ചിലപ്പോൾ കാർഡ് റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് പിന്നെ നാലാമത്തെ നമ്മുടെ മിസ്റ്റേക്ക് ഇൻ ആപ്ലിക്കേഷനാണ്. അതായത് മിസ്മാച്ച് ഇൻ ആപ്ലിക്കേഷൻ. ഇപ്പോൾ പേരോ അഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ മിസ്മാച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ അത് റിജക്റ്റ് ആവും. പിന്നെ വരുന്നത് 5 ലൊക്കേഷനാണ്. അതായത് പിൻകോഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടായിരിക്കും പിൻകോഡ് നോട്ട് സർവീസബിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഭയങ്കരമായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ. എന്താ വെച്ചാൽ നമുക്ക് അതിന് സർവീസബിളായിട്ട് ബാങ്കിന് സർവീസബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ അല്ലെങ്കിൽ ഇത് റിജക്റ്റ് ആവും. ആറാമത്തെ പോയിന്റ് വരുന്നത് നമുക്ക് എന്താ പറയുക ഹൈ ഡെബിറ്റ് ടു ഇൻകം റേഷ്യോ ആണ്. അതായത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഓൾറെഡി ഒരു 5 കാർഡ് വിചാരിക്കാം. നമ്മൾ ഓൾറെഡി വേറെ കാർഡ് കൂടി അപ്ലൈ ചെയ്തു. അപ്പോൾ ഓൾറെഡി നമുക്ക് ആക്ച്വലി നമ്മുടെ ഒരു പേരിൽ ഒരു ലിമിറ്റ് ഒരു ഫുൾ ബാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ ഇപ്പോൾ ഓൾറെഡി ഒരു 10 ലക്ഷം ഉണ്ടെന്ന് പറയുക ടോട്ടൽ ലിമിറ്റ്. അപ്പോൾ നമുക്ക്
നമ്മുടെ ഇൻകം റേഷ്യോ വെച്ച് നോക്കുമ്പോൾ അത് കുറവാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ചെയ്ത് തരില്ല. അപ്പോൾ അത് റിജക്റ്റ് ആകും. അപ്പോൾ ആ റീസൺ കൊണ്ട് അത് റിജക്റ്റ് ഔട്ടാകും. പിന്നെ വരുന്നത് നമുക്ക് നോ ക്രെഡിറ്റ് ഹിസ്റ്ററി ആണ്. ഇത് ആക്ച്വലി പുതിയ ആൾക്കാർക്കാണ്. എന്താ വെച്ചാൽ ഈ ലോണും അതുപോലെ തന്നെ EMI അങ്ങനെയൊന്നും എടുക്കാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടാവില്ല. അതായത് ക്രെഡിറ്റ് സ്കോർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് സ്കോർ നോക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നോ ഡാറ്റ ആണ് വരിക. അപ്പോൾ അവർക്കും ക്രെഡിറ്റ് കാർഡ് റിജക്റ്റ് ആവാൻ ഭയങ്കര റീസൺ കൂടുതലാണ്. എന്താ വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങളൊരു FD ക്രെഡിറ്റ് കാർഡ് എടുക്കുക, എന്നിട്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ബില്ല് ചെയ്ത് വരിക. അല്ലെങ്കിൽ ഒരു EMI കാർഡ് ഉപയോഗിച്ചിട്ട് എടുത്തിട്ട് നമുക്ക് ക്രെഡിറ്റ് സ്കോർ ബില്ല് ചെയ്ത് വരാം. അങ്ങനെ ഒരു റീസൺ വെച്ചിട്ട് നമുക്ക് ബില്ല് ചെയ്ത് വന്നിട്ട് നമുക്ക് ആക്ച്വലി അപ്പോൾ ക്രെഡിറ്റ് സ്കോർ അപ്രൂവ് ആയുള്ള ലിമിറ്റ് നമ്മുടെ സിബിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടൊരു 5 പോയിന്റ്സ്. അപ്പോൾ നിങ്ങൾ ഈ 7 പോയിന്റ്സ്. അപ്പോൾ 7 പോയിന്റ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 99% ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. പിന്നെ ഇത് ഓൾറെഡി ഒരു മെയിൻ കാര്യം പറയാനുള്ളത് നമ്മുടെ അടുത്ത് കുറേ പേര് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്. അതായത് കോളേജിൽ പഠിക്കുന്നവരും അതുപോലെ +2 പഠിക്കുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട് ക്രെഡിറ്റ് കാർഡ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഇത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ആക്ച്വലി സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സാലറി അല്ലെങ്കിൽ ബിസിനസ് ഉള്ള ആൾക്കാർക്കാണ്. സ്റ്റുഡൻസിന് ആക്ച്വലി ഇത് അപ്രൂവ്ഡ് ആവില്ല കേട്ടോ. ഒരു 99% ആൾക്കാർക്ക് ഇത് അപ്രൂവ് ആവില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി പേ ലെറ്റർ കാർഡ് സംഭവങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പേ ലെറ്റർ കാര്യം കുറച്ച് ഫ്യൂച്ചറിൽ കുറച്ച് സംഭവമാണ്. എന്നാലും അധികം കട്ടായി പോകാനുള്ള ചാൻസ് ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി വേറെ എന്തൊക്കെയോ ന്യൂസ് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് 1 ടൈം ക്രെഡിറ്റ് ലിമിറ്റ് ആക്കാൻ പോകുന്ന പറഞ്ഞിട്ട് ക്രെഡിറ്റ് ലൈൻ കാർഡുകളെ ഞാൻ കുറിച്ച് പറയുന്നത്. അതായത് പേ ലെറ്റർ കാർഡുകളെ കുറിച്ചാണ് പറയുന്നത്. സ്ലൈസിൻ്റെ അങ്ങനെ എന്തോ നമ്മളൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ആ ടോട്ടൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് പോലത്തെ സംഭവങ്ങൾ മാറ്റിയിട്ട് ഒരു പവർ അങ്ങനെ ഒരു സംഭവം ആക്കാൻ പോകുന്ന പറയുന്നത്. എന്താ ഒരു പവർ ഇൻകോ എന്താ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് ഞാൻ പേരും മറന്നുപോയി. ഞാൻ എന്തായാലും അതിനെക്കുറിച്ചൊരു വേറെ വീഡിയോ ചെയ്യാം. സ്ലൈസ് ഉള്ള ആൾക്കാർക്ക് എന്തായാലും ചിലപ്പോൾ അറിഞ്ഞിട്ടായിരിക്കും, ചിലർക്ക് മെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മൾ അടുത്തുള്ള കാണാം. ബൈ.